Hi friends, welcome. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 10 സെൻറ്റൻസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഡെയിലി കോൺവെർസേഷനൊക്കെ നടത്തുന്ന സമയത്ത് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആരെങ്കിലും ഇങ്ങനത്തെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇംഗ്ലീഷ് ലേണിംഗ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി അവർക്ക് ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കോഴ്സാണ്, ഇത് പഠിച്ചാൽ നന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമ്മൾ ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു. അപ്പോൾ അതുവരെ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു, നമ്മൾ റെഡിയായി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം അമ്മയുണ്ട് വീട്ടിലെങ്കിൽ അമ്മയോട് ചോദിക്കുക, അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളതെന്നല്ലേ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളതെന്ന്. അപ്പം അമ്മയില്ല വേറെ ആരെങ്കിലും ആണെന്നുള്ളതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ താമസിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണുള്ളത്, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ താമസിക്കുന്നതുകൊണ്ട് അവരോട് ചോദിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നാണ്, പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് അങ്ങനെ ചോദിക്കും, വാട്ട് ഡു യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, വാട്ട് ഡു യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബ്രേക്കും ഫാസ്റ്റും രണ്ട് വാക്കോടുകൂടി ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം സോ വാട്ട് ഡു യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, വാട്ട് ഡു യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ചിലർ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചിലർ പറയും നമുക്ക് പറയാം ഐ വാണ്ട് സംതിങ്. അതായത് ഐ വാണ്ട് ഓട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഐ വാണ്ട് ഓട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് വേണം. ചിലർ പറയും അല്ലെങ്കിൽ ഐ വാണ്ട് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും, ഐ വാണ്ട് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഐ വാണ്ട് ഡാഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാവുന്നതാണ്, ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ലഞ്ചിനാണെങ്കിൽ നിങ്ങൾക്ക് ഐ നീഡ് മീൽസ് ഫോർ ലഞ്ച് എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഐ നീഡ് ബിരിയാണി ഫോർ ലഞ്ച്, ഐ നീഡ് ഫ്രൈഡ് റൈസ് ഫോർ ലഞ്ച്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് നമുക്കിങ്ങനെ പറയാം, ഐ വാണ്ട് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ വാണ്ട് ചപ്പാത്തി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഐ വാണ്ട് പൊറോട്ട ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ വാണ്ട് അല്ലെങ്കിൽ ഐ നീഡ് നിങ്ങൾക്ക് പറയാം, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക ഐ വാണ്ട് ആണ്. ഐ വാണ്ട് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ഐ വാണ്ട് ഡാഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സാധനം വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഐ വാണ്ട് ഡാഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഇനി ആരെങ്കിലും നിങ്ങളോട് വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കുകയാണ്, വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ മറുപടി പറയും? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വി ഹാവ് ഡാഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണുള്ളത്? വി ഹാവ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണുള്ളതെങ്കിൽ വി ഹാവ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആണുള്ളതെങ്കിലോ വി ഹാവ് ചപ്പാത്തി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. എന്താണ് നമുക്കുള്ളത് അത് നമുക്ക് വി ഹാവ് അത് എന്താണ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഇത് തന്നെ നമുക്ക് ലഞ്ചിൻ്റെ കേസിലും ഡിന്നറിൻ്റെ കേസിലും സപ്പാൻ്റെ കേസിലും ഒക്കെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കപ്പ് കോഫി വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കൊരു കപ്പ് കോഫി വേണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ തന്നെ പോയി ഉണ്ടാക്കി കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് കോഫി ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം, ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി, അല്ലെങ്കിൽ വിൽ യു മേക്ക് മീ എ കപ്പ് ഓഫ് കോഫി എന്ന് ചോദിക്കാം. എനിക്കൊരു വേണ്ടി ഒരു കപ്പ് കോഫി ഉണ്ടാക്കുമോ എന്നാണെങ്കിൽ വിൽ യു മേക്ക് മീ, അല്ലെങ്കിൽ ക്യാൻ യു മേക്ക് മീ എ കപ്പ് ഓഫ് കോഫി, എനിക്ക് വേണ്ടി ഒരു കപ്പ് കോഫി ഉണ്ടാക്കാൻ കഴിയുമോ, ക്യാൻ യു മേക്ക് മീ എ കപ്പ് ഓഫ് കോഫി. ഓക്കെ, ഇനി അതല്ല എനിക്ക് ഒരു കപ്പ് കോഫി തരുമോ എന്നാണെങ്കിലോ ക്യാൻ യു ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി എന്ന് പറയാവുന്നതാണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് ആക്ച്വലി പറയുന്നത്. ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി, അല്ലെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ ആണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ഒരു കപ്പ് കോഫി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു മേക്ക് മീ എ കപ്പ് ഓഫ് കോഫി എന്ന് ചോദിക്കാവുന്നതാണ്. ക്യാൻ യു മേക്ക് മീ എ കപ്പ് ഓഫ് കോഫി, അതിൻ്റെ അർത്ഥം ഒരു കപ്പ് കോഫി എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതൊരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മളിപ്പോൾ പറയാണ്, ഞാനൊന്ന്
ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറയാണ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അതെങ്ങനെ നമുക്ക് പറയും? ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് അങ്ങനെ പറയും. ഞാൻ കുളിക്കുകയാണ്, ഐ എം ബാത്തിങ്, അല്ലെങ്കിൽ ഐ എം ടേക്കിങ് എ ഷവർ എന്ന് പറയാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാമെന്നാണെങ്കിലോ ലെറ്റ് മീ ടേക്ക് എ ഷവർ, അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാമെന്നാണെങ്കിൽ ലെറ്റ് മീ ടേക്ക് എ ഷവർ എന്ന് പറയാവുന്നതാണ്. ലെറ്റ് മീ ടേക്ക് എ ബാത്ത് അല്ലെങ്കിൽ ലെറ്റ് മീ ടേക്ക് എ ഷവർ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, ലെറ്റ് മീ ടേക്ക് എ ഷവർ, ആൻഡ് ലെറ്റ് മീ ബി ബാക്ക് ആഫ്റ്റർ ടേക്കിംഗ് എ ഷവർ എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ പ്രിസൈസായിട്ട് പറയണമെന്നില്ല. ഞാൻ കുളിച്ചിട്ട് വരാമെന്നുള്ളതിന് ലെറ്റ് മീ ടേക്ക് എ ഷവർ എന്ന് പറഞ്ഞാൽ മതി. ലെറ്റ് മീ ടേക്ക് എ ഷവർ അല്ലെങ്കിൽ ലെറ്റ് മീ ടേക്ക് എ ബാത്ത് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നമ്മൾ ഓഫീസിൽ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓഫീസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ് എനിക്ക് ഓഫീസിൽ ഒരു 9 മണിക്ക് എത്തണം എന്ന് നമ്മളങ്ങനെ പറയും. എനിക്ക് ഓഫീസിൽ ഒരു 9 മണിക്ക് എത്തണം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ഐ ഹാവ് ടു റീച്ച് ദ ഓഫീസ് അറ്റ് 9 o'clock. അറ്റ് 9 o'clock, 9 മണിക്ക് തന്നെ എത്തണം. കൃത്യസമയമാണ് പറയുന്നത്, സ്പെസിഫിക് ടൈമാണ് പറയുന്നത്. അറ്റ് 9 o'clock എന്നാണ് പറയേണ്ടത്. ഐ ഹാവ് ടു റീച്ച് ദ ഓഫീസ് അറ്റ് 9 o'clock. ഇനി ഇതേ സമയം നമ്മൾ പറയുകയാണ് എനിക്കൊരു 9 മണി ആകുമ്പോഴത്തേക്ക് എത്തണം. അതായത് 9 മണിക്ക് കൃത്യമല്ല, ആ സമയം ആകുമ്പോഴത്തേക്ക് എത്തണം, ആ ടൈമിനുള്ളിൽ മുന്നേ എത്തണം. അങ്ങനെയാണെങ്കിലോ ഐ ഹാവ് ടു റീച്ച് ദ ഓഫീസ് ബൈ 9 o'clock. ബൈ 9 o'clock എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അറ്റ് 9 o'clock അല്ലെങ്കിൽ ബൈ 9 o'clock. കൃത്യസമയമാണെങ്കിൽ അറ്റ് 9 o'clock എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ഇനി ഓഫീസിൽ 9 മണിക്ക് എത്തണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്ത് ഞാൻ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? ഞാൻ ബസ്സിലാണ് ഓഫീസിൽ പോകുന്നത് എന്നെങ്ങനെ പറയും? ഐ ഗോ ടു ഓഫീസ് ബൈ ബസ് എന്ന് പറയാം. ബസ്സിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഓൺ ബസ് എന്ന് പറയാം. ഐ ഗോ ടു ഓഫീസ് ഓൺ ബസ് അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ബൈ ബസ് എന്ന് പറയാം. ഓക്കെ, അതല്ല ഇപ്പം നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിലോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐ ഗോ ടു ഓഫീസ് ബൈ കാർ എന്ന് പറയാം, ബൈ കാർ, അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ഇൻ ദ കാർ, കാറിനുള്ളിലാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്, അല്ലെങ്കിൽ ബൈ ബൈക്ക്, അല്ലെങ്കിൽ ഐ റൈഡ് ടു ഓഫീസ് എന്നൊക്കെ പറയാവുന്നതാണ്. ഞാൻ ബൈക്കിലാണ് പോകുന്നതെന്ന് പറയുന്നതിന് പകരം ഐ റൈഡ് ടു ഓഫീസ്. കാരണം ഐ ഡ്രൈവ് ടു ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു 4-വീലറാണെന്ന്. ഐ റൈഡ് ടു ഓഫീസ് എന്ന് പറയുമ്പോൾ അത് 2-വീലറിലാണ്. റൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2-വീലറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഐ റൈഡ് ടു ഓഫീസ് എന്ന് വെച്ചാൽ ഐ ഗോ ടു ഓഫീസ് ബൈ ബൈക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഐ ഗോ ടു ഓഫീസ് ബൈ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻ ദ കാറാണോ ഓൺ ദ കാറാണോ ഇൻ ദ ബസ് ആണോ ഓൺ ദ ബസ് ആണോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ബൈ പറയാവുന്നതാണ്. ഐ ഗോ ടു ഓഫീസ് ബൈ ബസ്, ഐ ഗോ ടു ഓഫീസ് ബൈ കാർ, ഐ ഗോ ടു ഓഫീസ് ബൈ ബൈക്ക്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ നടന്നാണ് പോകുന്നതെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ബൈ ഫുഡ്. ഐ ഗോ ടു ഓഫീസ് ബൈ ഫുഡ് എന്നൊരു ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നടന്നാണ് ഓഫീസിൽ പോകുന്നതെന്ന് അല്ലെങ്കിൽ നടന്നാണ് സ്കൂളിൽ പോകുന്നതെന്ന് പറയാനായിട്ട് ഐ ഗോ ടു ഓഫീസ് ബൈ ഫുഡ്, ഐ ഗോ ടു മൈ കോളേജ് ബൈ ഫുഡ് എന്ന് പറയാവുന്നതാണ്. ബൈ ഫുഡ് എന്ന് വെച്ചാൽ നടന്നു പോകുന്നു എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫ്രേസാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ ഓഫീസിലെത്താൻ താമസിക്കും എന്നെങ്ങനെ പറയും? ഇൻ കേസ് നിങ്ങൾ ബസ് മിസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങൾ ഓഫീസിലെത്താൻ താമസിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചറിയിക്കണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും അത്? ഓഫീസിലെത്താൻ ഞാൻ താമസിക്കും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ ബി ലേറ്റ് ഫോർ വർക്ക് ടുഡേ. ഓക്കെ, ഐ വിൽ ബി ലേറ്റ് ഫോർ വർക്ക് ടുഡേ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് ഓഫീസിൽ എത്തുള്ളൂ എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അപ്പം ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജോലിക്ക് ഞാൻ താമസിച്ചേ എത്തുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഐ വിൽ ബി ലേറ്റ് ഫോർ വർക്ക് ടുഡേ, ഞാൻ ഇന്ന് താമസിച്ചേ ഓഫീസിലെത്തുള്ളൂ. അപ്പോൾ സ്കൂളിലേക്കാണ് നമ്മൾ താമസിച്ചെത്തുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ വിൽ ബി ലേറ്റ് ഫോർ സ്കൂൾ ടുഡേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ താമസിച്ചെത്തും എന്ന് പറയാനായിട്ട് ഐ വിൽ ബി ലേറ്റ് എന്നാണ് പറയേണ്ടത്. ഞാൻ ലേറ്റ് ആകും, ഐ വിൽ ബി ലേറ്റ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബി ലേറ്റ് എന്ന് നമുക്ക് പറയാം. ഐ എം ഗോയിങ് ടു ബി ലേറ്റ്, ഐ എം ഗോയിങ് ടു ബി ലേറ്റ് ഫോർ വർക്ക് ടുഡേ, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബി ലേറ്റ് ഫോർ സ്കൂൾ ടുഡേ എന്ന് പറയാവുന്നതാണ്. ഞാൻ ഇന്ന് എത്താൻ താമസിക്കും, ഇന്ന് ഞാൻ വൈകും എന്നുള്ളത്. താമസിക്കും എന്ന് പറയുന്നതിനെക്കാട്ടും അത് ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമാണ്. വൈകും എന്നുള്ളതാണ് കറക്റ്റ്, ഞാൻ എത്താൻ വൈകും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒരാളെ വിളിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരാളെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ കോൾ ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം പുള്ളിക്ക് നമ്മൾ വാട്സാപ്പിലൊരു മെസ്സേജ് അയക്കുകയാണ്, ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല. അതങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ട്രൈ ടു കോൾ യു ബട്ട് ഐ കുഡ്ന്റ് റീച്ച് യു. ഓക്കെ, ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല. ഐ ട്രൈ ടു കോൾ യു, വിളിക്കാൻ ശ്രമിച്ചു, ബട്ട് പക്ഷേ ഐ കുഡ്ന്റ് റീച്ച് യു, നിന്നെ കിട്ടിയില്ല അല്ലെങ്കിൽ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, സോ ഞാൻ നിന്നെ വിളിച്ചു പക്ഷേ കിട്ടിയില്ല എന്നുള്ളത് ഐ ട്രൈ ടു കോൾ യു ബട്ട് ഐ കുഡ്ന്റ് റീച്ച് യു, അല്ലെങ്കിൽ ഐ കോൾഡ് യു ബട്ട് ഐ കുഡ്ന്റ് റീച്ച് യു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ആസ് യു കൻ സീ എനിക്ക് കുറച്ച് തുമ്മലുണ്ട്, അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത്. ഐ എം റിയലി സോറി. ഇനി അടുത്തത്
നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വിളിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണ്, എടുക്കരുത് ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഹെഡ്സെറ്റോ ബ്ലൂടൂത്തോ എല്ലാം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കുകയാണ് പിന്നീട് വിളിക്കാമെന്ന് അങ്ങനെ പറയും. ഞാൻ വണ്ടി ഓടിക്കുകയാണ് പിന്നീട് വിളിക്കുക. നമുക്കറിയില്ല, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് അവരോട് കൺവേ ചെയ്യണം, ഞാൻ വണ്ടി ഓടിക്കുകയാണ് പിന്നീട് വിളിക്കുക. അതങ്ങനെ നമ്മൾ പറയും. I'm driving, I'll call you back later. I'm driving right now, I'll call you back later. Okay, I'm driving എന്ന് മാത്രം പറയാനും കുഴപ്പമില്ല. അല്ലെങ്കിൽ I am driving right now, I'm driving right now. ഞാൻ ഇപ്പോൾ നിലവിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I'll call you back later. I'll call you back later എന്ന് വെച്ചാൽ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ 10 വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രേസസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫ്രേസസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് വേർഡ്സ്, ഇൻട്രസ്റ്റിംഗ് ഡെയിലി യൂസ് സെൻറ്റൻസസ് ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mithra. Stop worrying, start learning.